ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാരമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റികൾ നിറഞ്ഞൊരു കാലത്താണ് ഞാനും നിങ്ങളും ഓരോരുത്തരും ഇന്ന് ബിസിനസ് ചെയ്യുന്നത്. അപാരമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്. കാരണം ശരിയാണ്, ഒരു വശത്ത് പ്രശ്നങ്ങളുണ്ട്, മാർക്കറ്റിൽ ഇഷ്യൂസുകളുണ്ട്, അതുപോലെ തന്നെ കോമ്പറ്റീഷൻ ഉണ്ട്, വലിയ രീതിയിലുള്ള ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, കോമ്പറ്റീഷൻ വലിയ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഒരു വശത്ത് നടക്കുമ്പോൾ പോലും വലിയ രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസും ഉള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇതിനു മുമ്പ് ഇത്രയും മനോഹരമായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉള്ള കാലം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-20 വയസ്സുള്ള ചെറുക്കന്മാർക്ക് വരെ, കുട്ടികൾക്ക് വരെ $1 ബില്യൺ ബിസിനസ് ബിൽഡ് ചെയ്യാൻ കഴിയുന്ന അത്രയും മനോഹരമായിട്ടുള്ളൊരു കാലഘട്ടം ഇതിനു മുൻപ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. സോ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇറലവൻ്റ് ആകുകയും കോമ്പിറ്റൻസിയും ഇന്നോവേഷനും ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റായി മാറിയ ഒരു കാലത്താണ് ഞാനും നിങ്ങളും എല്ലാവരും ഇന്ന് ബിസിനസ് ചെയ്യുന്നത്. വീണ്ടും ഓർത്ത് വെക്കുക, എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇറലവൻ്റ് ആയൊരു കാലം. അതായത് നമുക്കൊരു 20 വർഷത്തെ 30 വർഷത്തെ ബിസിനസ് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്, മാർക്കറ്റ് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്, പ്രോഡക്റ്റിന് മനസ്സിലാക്കിയ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ ഇതെല്ലാം അപ്രസക്തമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ടെക്നോളജി മാറുന്നതോടുകൂടിയിട്ട് പിന്നെ അവിടെ നമ്മുടെ എക്സ്പീരിയൻസ് പോലും പ്രസക്തമല്ല. എന്നാൽ ഒരു പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു നിമിഷം കൊണ്ട് അല്ലെങ്കിൽ ഒരു 5-6 മാസം കൊണ്ട് തന്നെ ഒരു വലിയ സ്കെയിലബിൾ ബിസിനസ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഇതുപോലുള്ളൊരു കാലഘട്ടം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. കാരണം ഈ കുറഞ്ഞ കാലയളവിനുള്ളിൽ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും നേടിയെടുക്കാൻ കഴിയുന്നൊരു മാർക്കറ്റിലാണ്, ഒരു ലോകത്താണ് ഞാനും നിങ്ങളും ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ കാലഘട്ടത്തിൽ ഓരോ കമ്പനികളും, അതായത് 2010 മുൻപ് ഓരോ കമ്പനിയും ഉണ്ടാക്കിയതിൻ്റെ എത്രയോ ഇരട്ടിയാണ് ഈ ഒരു 10-15 വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയത്. അപ്പോൾ ടെക്നോളജി കൊണ്ട് മാർക്കറ്റിൽ എന്ത് മാറ്റവും കൊണ്ടുവരാൻ കഴിയുന്ന രീതിയിൽ ഗംഭീരമായിട്ടുള്ളൊരു ചേഞ്ചാണ് കോവിഡിന് ശേഷം വന്നത്. കോവിഡിന് ശേഷം നിങ്ങൾ നോക്കൂ, ആളുകളുടെ ബൈയിങ് കൾച്ചർ മാറി, ആളുകളുടെ പർച്ചേസിൻ്റെ കൾച്ചർ മാറി, ആളുകളുടെ സ്വഭാവം മാറി, ആളുകളുടെ പെരുമാറ്റ രീതികൾ മാറി, അവരെ തെരഞ്ഞെടുപ്പ് രീതികൾ, പ്രോഡക്റ്റ് തിരഞ്ഞെടുക്കുന്ന രീതി, ഇതെല്ലാം മാറിക്കഴിഞ്ഞു. നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വലിയ ഗംഭീരമായിട്ടുള്ള മാറ്റങ്ങൾ ലോകത്തിലും മാർക്കറ്റിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളിന്ന് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ബിസിനസ് ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് എങ്ങനെ ഗ്രോത്ത് ഉണ്ടാക്കാം, എങ്ങനെ ഗ്രോ ചെയ്യാം, എങ്ങനെ ബിസിനസ് സ്കെയിൽ ചെയ്യാം, അതാണ് നമ്മളിവിടെ ഏകദേശം ഒരു 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന, പിന്നെ കുറച്ച് സമയം ഇൻറ്ററാക്റ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സമയം കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ 2:30 ഒരുപാട് ലേറ്റ് ആവാതിരിക്കുകയും വേണം. അപ്പോൾ 2 മണിക്കൂർ ഇൻറ്റൻസീവായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്ത്, മുൻപത്തെ കാലം പോലെയല്ല, ഇന്നത്തെ കാലത്ത് ഈ മാർക്കറ്റിൽ നമ്മൾ വിജയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഫോളോ ചെയ്യേണ്ട റൂൾ ഉണ്ട്. യു ഹാവ് ടു ബി ദ ചാമ്പ്യൻ. ചാമ്പ്യൻ ആയേ പറ്റൂ. ചാമ്പ്യൻ ആയില്ലെങ്കിൽ സക്സസ് ആവില്ല. കാരണം മാർക്കറ്റിൽ ഇന്ന് ചാമ്പ്യനെ ആവശ്യമുള്ളൂ. നിങ്ങൾ എത്ര പ്രൊഡക്റ്റ് ഉണ്ട്, എത്ര കാലം എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇത്ര കാലം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ ആർക്ക് വേണം? നിങ്ങളുടെ പ്രൊഡക്റ്റിന് ഇന്ന് ഡിമാൻഡ് ഉണ്ടോ? നിങ്ങളുടെ പ്രൊഡക്റ്റ് ഇന്ന് ആളുകൾ തിരയുന്നുണ്ടോ? ദാറ്റ്സ് ഇറ്റ്. നോക്കിയ എന്ന് പറയുന്ന കമ്പനിക്ക് ഒരു കാലത്ത് വലിയ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു, വലിയ ഫാൻ ബേസ് ഉണ്ടായിരുന്നു, വലിയ രീതിയിൽ വോള്യൂം ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ് ആയിരുന്നു. ശരിയാണ്. ബട്ട് ആളുകളുടെ ബയ്യിങ് ഹാബിറ്റ് മാറിയപ്പോൾ, ആളുകളുടെ പെരുമാറ്റ രീതികൾ മാറിയപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് റെലവൻ്റ് ആണോ? നിങ്ങളുടെ പ്രൊഡക്റ്റ് ആ സമയത്ത് റെലവൻ്റ് ആണെങ്കിൽ യു ആർ ദ ചാമ്പ്യൻ. ഒരു പ്രൊഡക്റ്റ് വേണ്ട സമയത്ത് നിങ്ങളെയാണോ ആലോചിക്കുന്നതെങ്കിൽ യു ആർ ദ ചാമ്പ്യൻ. അപ്പോൾ ചാമ്പ്യൻ ആവുക എന്നതാണ് നമ്മുടെ ബിസിനസ് ഗ്രോ ചെയ്യണമെങ്കിൽ ഒരു റൂൾ ഉള്ളത്. ചാമ്പ്യൻ ആയേ പറ്റൂ. സോ ചാമ്പ്യൻ ആവണമെങ്കിൽ ദർ ആർ 3 things we have to do. 3 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. നമ്മൾ നമ്മുടെ ബിസിനസ്സിൽ ചാമ്പ്യൻ ആകണമെങ്കിൽ 3 കാര്യങ്ങൾ ഫോളോ ചെയ്യണം. വി ഹാവ് ടു ബി വെരി ഫാസ്റ്റായിട്ട് പുതിയ കാര്യങ്ങൾ കൊണ്ടുവരിക, പുതിയ കാര്യങ്ങൾ, ചേഞ്ചുകൾ, പുതിയ സംഗതികൾ അഡാപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും ഫാസ്റ്റായിട്ട് ബിസിനസ്സിൽ കൊണ്ടുവരുന്ന ആളുകളെയാണ് ചാമ്പ്യൻ ആവുന്നത്. അവർക്ക് മാത്രമേ ചാമ്പ്യൻ ആവാൻ കഴിയൂ. സോ വി ഹാവ് ടു ബി വെരി ഫാസ്റ്റ്. ബിസിനസ്സിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക, ടീമിനെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, വളരെ വേഗത്തിൽ ടെക്നോളജിയിൽ ചേഞ്ച് കൊണ്ടുവരിക, അതുപോലെ തന്നെ ടെക്നോളജി ഇൻ്റഗ്രേഷൻ പെട്ടെന്ന് കൊണ്ടുവരിക, ചേഞ്ചിനെ, മാർക്കറ്റിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾക്കൊപ്പം ഏറ്റവും വേഗത്തിൽ ചേഞ്ച് കൊണ്ടുവരുന്ന ആ കമ്പനിക്ക് മാത്രമേ ചാമ്പ്യൻ ആവാൻ കഴിയൂ. ആൻഡ് നമ്പർ 2 എന്താണ്? ഫാസ്റ്റായ മാത്രം പോരാ, ബെസ്റ്റും കൂടെ ആവണം. ആദ്യം നമ്മളാണ് ടെക്നോളജി കൊണ്ടുവന്നത്, ശരിയാണ്. പക്ഷെ നമുക്ക് ശേഷം നമ്മളെക്കാളും നന്നായിട്ട് വേറൊരുത്തും കൊണ്ടുവന്നു കഴിഞ്ഞാൽ
ഫിനിഷ്. നമ്മളാണ് നമ്മുടെ മാർക്കറ്റിൽ ആദ്യമായിട്ട് ഇന്ന പ്രൊഡക്റ്റ് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ നമ്മളാണ് ആ ഷോപ്പ് ആദ്യം വിട്ടത്, നമ്മളാണ് ഈ പ്രൊഡക്റ്റ് ആദ്യം ലോഞ്ച് ചെയ്തത്, മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തത്. ശരിയാണ്. പക്ഷേ ആദ്യം ലോഞ്ച് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് കസ്റ്റമർ കാലാകാലം നമ്മളോട് കമ്മിറ്റഡ് ആയി നിന്നോളുന്നില്ല, നമ്മളെ തന്നെ വേണമെന്ന് പറഞ്ഞോളുന്നില്ല, നമ്മുടെ പ്രൊഡക്റ്റ് തന്നെ അവന് മതി എന്നും പറഞ്ഞോളുന്നില്ല. നമ്മുടെ പ്രൊഡക്റ്റിനും അപ്പുറത്തേക്ക് അവന് പ്രൊഡക്റ്റുകൾ വേണ്ടി വരും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ബെസ്റ്റ് ആയേ തീരൂ. ഫസ്റ്റ് ആയാൽ മാത്രം പോരാ, ഫാസ്റ്റ് ആയാൽ മാത്രം പോരാ, നമ്മൾ ബെസ്റ്റ് കൂടെ ആവണം. മാത്രമല്ല മൂന്നാമത്തെ റൂളും കൂടെ ഉണ്ട്. ഇഫ് യു വാണ്ട് ടു ബി എ ചാമ്പ്യൻ ഇൻ യുവർ ബിസിനസ്, യു ഹാവ് ടു ഫോളോ ദ തേർഡ് വൺ. ദിസ് ഈസ് ഫാസ്റ്റസ്റ്റ്. ശരിയാണ്. യു ഹാവ് ടു ബി ഫസ്റ്റ്, യു ഹാവ് ടു ബി ബെസ്റ്റ്, യു ഹാവ് ടു ബി ദ ഫാസ്റ്റസ്റ്റ്. നമ്മളാണ് ആ പ്രോഡക്റ്റ് ആദ്യം കൊണ്ടുവന്നത്, നമ്മളാണ് ആ ടെക്നോളജി ആദ്യം കൊണ്ടുവന്നത്, നമ്മളാണ് ആ ഐഡിയ മാർക്കറ്റിൽ ആദ്യം കൊണ്ടുവന്നത്. ശരിയാണ്. പക്ഷെ നമ്മൾക്കും അപ്പുറത്ത് നമ്മളെക്കാൾ നന്നായിട്ട് ഒരാൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൽ നിന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് കൊണ്ടുവന്ന സാധനം ഏറ്റവും പെട്ടെന്ന് നമ്മൾ ബെസ്റ്റാക്കി മാറ്റണം. ബെസ്റ്റായ സാധനം നമ്മളാണ് ടോപ്പിൽ. ശരിയാണ്, നമ്മളാണ് എല്ലാം ചെയ്തത് എന്ന് കരുതിയിട്ട് നമ്മൾ കാലാകാലം സക്സസ് ആവില്ല. നമ്മൾ ഫാസ്റ്റസ്റ്റ് ആയിട്ട് പിന്നീട് മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ആളാണ്. ഞാൻ ഒരുപാട് കമ്പനികളെ കണ്ടിട്ടുണ്ട്, ഒരുപാട് ക്ലയൻറ്റിനെ കണ്ടിട്ടുണ്ട്. എൻ്റെ ഇൻ്റർനാഷണലിലെ പല ക്ലയൻറ്റുകളും ഇത്തരത്തിലുള്ള ചേഞ്ച് ചെയ്യാൻ കഴിയാതെ കുരുങ്ങിപ്പോയ ആളുകളുണ്ട്. അപ്പോൾ പലയിടത്തും ഇപ്പോൾ സൗദിയിലും അതുപോലെ തന്നെ ഖത്തറിലും കുവൈറ്റിലും ഒമാനിലും UAE ഒക്കെ പല ക്ലയൻസിനെയും പോകുന്ന സമയത്ത് അവർ പറയാറുണ്ട്, അവർ ഞങ്ങളാണ് ഇവിടെ ആദ്യമായിട്ട് റെസ്റ്റോറൻറ്റ് തുടങ്ങിയത്. പ്രത്യേകിച്ചും സൗദിയിലൊക്കെ പല റിമോട്ട് ഏരിയയിലും ഞങ്ങളാണ് ആദ്യമായിട്ട് റെസ്റ്റോറൻറ്റ് തുടങ്ങിയത്, ഞങ്ങളാണ് ആദ്യമായിട്ട് ഇന്ന പ്രോഡക്റ്റ് ഇവിടെ ലോഞ്ച് ചെയ്തത്, ഞങ്ങളാണ് ആദ്യമായിട്ട് ഈ സർവീസ് ഇവിടെ കൊണ്ടുവന്നത്. സോ വാട്ട്? നിങ്ങളാണ് ആദ്യം കൊണ്ടുവന്നത്. സോ വാട്ട്? കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആദ്യം കൊണ്ടുവന്നു ഇല്ലെന്നല്ല, അവർക്ക് ഇന്ന് ഏറ്റവും ബെസ്റ്റ് ആരുടെ അടുത്ത് കിട്ടുന്നു, ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള ചേഞ്ച് ആര് കൊണ്ടുവരുന്നു, അവരെയാണ് കസ്റ്റമർ തിരയുന്നത്, അവരെയാണ് കസ്റ്റമർക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ചാമ്പ്യനാകാൻ there are 3 rules. ഫസ്റ്റ്, ഫാസ്റ്റസ്റ്റ്, ബെസ്റ്റ്.